നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. മുംബൈയിൽ യാത്രാ ബോട്ടിൽ സ്പീഡ് ബോട്ട് ഇടിച്ച് 13 മരണം. അപകടമുണ്ടായത് നാവികസേനയുടെ എഞ്ചിൻ ട്രയൽ നടത്തുന്ന ബോട്ട്. എലിഫന്റ് കേവിലേക്ക് യാത്രക്കാരുമായി പോയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടുടമ അശോക് പടിതെ പോലീസ് കസ്റ്റഡി. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. 2017 ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നടത്തിയ എയർലിഫ്റ്റിംഗ് ചാർജ് ഇപ്പോൾ കേരളത്തോട് ചോദിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി. എയർലിഫ്റ്റിംഗ് ചാർജ് ഈടാക്കിയ കേന്ദ്ര നടപടി അത്ഭുതപ്പെടുത്തിയെന്ന് ഹൈക്കോടതി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി. വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി വന്ന വിമാനത്തിന്റെ തുക പോലും കേരളത്തോട് ചോദിക്കാൻ കേന്ദ്രത്തിന് മടിയില്ലെന്ന് മന്ത്രി പി രാജീവ്. കേന്ദ്ര സർക്കാർ ആവശ്യമായ തുക സംസ്ഥാനത്തിന് നൽകണമെന്നും അതിൽ വിവേചനം കാണിക്കരുതെന്നും മന്ത്രി. പാർലമെന്റിൽ ബാബാ സാഹിബ് അംബേദ്കറെ അപമാനിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ. അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവനാമം പറഞ്ഞെങ്കിൽ കോൺഗ്രസിന് സ്വർഗത്തിൽ പോകാമെന്നതായിരുന്നു അമിത്ഷായുടെ വിവാദ പ്രസ്താവന. താൻ അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് തന്റെ പ്രസ്താവനയെ വളച്ചൊടിച്ചെന്നും അമിത്ഷാ. ബാബാ സാഹിബ് അംബേദ്കറെ അവഹേളിച്ച അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തം. ചാതുർവർണ്ണയ വ്യവസ്ഥിതി തിരിച്ചു കൊണ്ടുവരാനാണ് മോദി സർക്കാരിന്റെ ശ്രമമെന്ന് കെ രാധാകൃഷ്ണൻ എം പി. അംബേദ്കറെ അവഹേളിച്ച അമിത്ഷാ രാജിവെക്കണമെന്ന് മല്ലികാർജുൻ ഖാർഗെ. അമിത്ഷാ രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മല്ലികാർജുൻ ഖാർഗെ. അംബേദ്കറെ അവഹേളിച്ച അമിത്ഷായുടെ പ്രസ്താവനയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. പാർലമെന്റിന്റെ ഇരുസഭകളും നാളത്തേക്ക് പിരിഞ്ഞു. നിക്ഷേപകരെ ആകർഷിക്കാൻ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വൻ നിക്ഷേപക സംഗമം. കേരള ഗ്ലോബൽ സമിറ്റ് ഫെബ്രുവരി 21-22 തീയതികളിൽ കൊച്ചി ലുലു മാളിൽ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കെ ജയകുമാറിന്റെ പിങ്കളകേശിനിക്ക് പുരസ്കാരം. മികച്ച മലയാള പുസ്തക വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്ന് കെ ജയകുമാർ. മുനമ്പം വിഷയത്തിൽ വി ഡി സതീശന്റെ നിലപാട് തള്ളി മുസ്ലിം ലീഗ്. സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ തീരുമാനം അംഗീകരിക്കുമെന്ന് സാദിഖ് അലി തങ്ങൾ. മുനമ്പത്ത് താമസിപ്പിക്കുന്നവരെ കുടിയൊഴിപ്പിക്കരുതെന്നും സാദിഖ് അലി തങ്ങൾ. എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന മകൾ ആശ ലോറൻസിന്റെ ഹർജി തള്ളി. എട്ട് നഗരസഭകളിലെയും ഒരു ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജന നടപടികൾ റദ്ദാക്കി ഹൈക്കോടതി. സർക്കാരിന്റെ വാർഡ് പുനർവിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുമാണ് കോടതി റദ്ദാക്കി. കണ്ണൂരിൽ SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് നേതാവ് VV അക്ഷയാണ് അറസ്റ്റിലായത്. CPIM സമ്മേളനങ്ങൾക്കെതിരെ മനോരമ നുണപ്രചരണം നടത്തുകയാണെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ്. സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒറ്റക്കെട്ടായാണ് മുന്നോട്ടു പോകുന്നതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ്. മഹാരാഷ്ട്രയിൽ മന്ത്രിസ്ഥാനം ലഭിക്കാത്ത ശിവസേന NCP നേതാക്കൾ പൊട്ടിത്തെറിയുടെ വക്കിൽ. ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന NCP നേതാവ് ഛഗൻ ഭുജ്ബൽ രംഗത്ത്.
ചോദ്യപേപ്പർ ചോർച്ചയിലെ ആരോപണ വിധേയരായ MS സൊല്യൂഷൻ യൂട്യൂബ് ചാനൽ നടത്തിയ ലൈവിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. രാജ്യദ്രോഹ കുറ്റമാണ് MS സൊല്യൂഷൻ CEO ഷുഹൈബ് നടത്തിയതെന്നും മന്ത്രി. സുരേഷ് രാജ്, പുരോഹിത്, MR അജിത് കുമാർ എന്നിവർക്ക് DGP റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ അനുമതി. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അംഗീകരിച്ച് മന്ത്രിസഭ. കോട്ടയത്ത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ്. പെരുന്നയിലെ ഡോക്ടറിൽ നിന്നും 5 ലക്ഷം തട്ടി. പോലീസ് ഇടപെടലിനെ തുടർന്ന് 4,35,000 രൂപ തിരിച്ചുപിടിച്ചു. NCP മന്ത്രിസ്ഥാനത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുമെന്ന് തോമസ് കെ തോമസ്. ശരത് പവാർ കാണണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കാണാൻ പോയതെന്ന് തോമസ് കെ തോമസ്. UAE-യിൽ നിന്നും വന്ന കണ്ണൂർ സ്വദേശിക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. എംപോക്സ് രോഗികളുമായി സമ്പർക്കത്തിൽ വന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കഴുത്തിൽ കയർ കുരുങ്ങി പോത്ത് ചിറയിലേക്ക് വീണു. കണ്ടുനിന്ന ഉടമയായ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. പത്തനംതിട്ട ഏനാദിമംഗലം സ്വദേശി രാജനാണ് മരിച്ചത്. പാലക്കാട് മണ്ണാർക്കാട് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. കല്ലടി MES കോളേജിന്റെ പരിസരത്ത് വെച്ചാണ് അപകടം. ആംബുലൻസ് റിവേഴ്സ് എടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് അനുവദിച്ചതായി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ഇന്ത്യയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ചുരുക്കെഴുത്ത് ചേർത്ത് INTRV 01 എന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ്. വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പരാതികൾ എല്ലാ കാലത്തും വരാറുണ്ടെന്ന് മന്ത്രി MP രാജേഷ്. വിഭജനം ഇതുവരെ പൂർത്തിയായിട്ടില്ല. രമേശ് ചെന്നിത്തല കോടതി ഉത്തരവ് വായിച്ചിട്ടില്ലെന്നും മന്ത്രി. തൃശൂർ വടക്കാഞ്ചേരി കല്ലമ്പാറയിലെ ആയുർവേദ മരുന്ന് ഗോഡൌണിൽ തീപിടുത്തം. ചൊവ്വാഴ്ച രാത്രി 8:30-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. വടക്കാഞ്ചേരിയിൽ നിന്നും എത്തിയ 2 യൂണിറ്റ് ഫയർഫോഴ്സും നാട്ടുകാരും 1 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നു. അതേസമയം ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിൽ വീണ്ടും ലൈവ് ക്ലാസുകൾ ആരംഭിച്ചു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. 10 മണിവരെ 37,000 തീർത്ഥാടകരാണ് മല ചവിട്ടിയത്. അതോടൊപ്പം കാനനപാതയിലൂടെ കാൽനടയായി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ദർശനത്തിന് പ്രത്യേകം പാസ് നൽകി തുടങ്ങി. തിരുവനന്തപുരത്ത് 4 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ചിറയൻകീഴ് കുറക്കടിലെ ഗോഡൌണിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. പിടിയിലായത് വഞ്ചിയൂർ സ്വദേശി ഷിജു. വയനാട് കൂടൽക്കടവിൽ ആദിവാസി മധ്യവയസ്കനെ റോഡിൽ വലിച്ചിഴച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി. വധശ്രമത്തിന് പുറമെ പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ വകുപ്പുകളാണ് ചുമത്തിയത്. NCPക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് AK ശശീന്ദ്രൻ. താൻ രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നത് പോലെയാകുമെന്നും മന്ത്രി.
തോമസ് കെ തോമസിനെ എതിർക്കേണ്ട കാര്യമില്ലെന്നും AK ശശീന്ദ്രൻ. പാലപ്പിള്ളിയിൽ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. രാവിലെ ടാപ്പിങ്ങിനെത്തിയ തോട്ടം തൊഴിലാളികളാണ് പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. കേരളത്തിന്റെ വികസനത്തിൽ കേരള ബാങ്കിന് വലിയ പങ്കുണ്ടെന്ന് മന്ത്രി VN വാസവൻ. കേരളത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക വളർച്ചയിൽ കേരള ബാങ്ക് ശക്തമായ സാമ്പത്തിക പിന്തുണയാണെന്നും മന്ത്രി. ലോകത്ത് തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷ കേരളത്തിലാണെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ. 10 വർഷത്തെ കണക്കെടുത്താൽ ഒരു വർഗീയ കലാപം പോലും ഇല്ലാത്ത മണ്ണായി കേരളം മാറിയെന്നും മന്ത്രി. കാസർഗോഡ് മഞ്ചേശ്വരത്ത് രേഖകളില്ലാതെ 6 ലക്ഷത്തിലധികം രൂപ കടത്തിയ പ്രതി പിടിയിൽ. വിലാങ്കട്ട സ്വദേശി മണിപ്രശാന്തനാണ് എക്സൈസിന്റെ പിടിയിലായത്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കഞ്ചാവ് പിടികൂടി. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ 2.1 കിലോഗ്രാം കഞ്ചാവ് കൈവശം വച്ച് കടത്തിക്കൊണ്ടുവന്നതിന് ഒഡീഷ സ്വദേശി പത്മനാണ് പോലീസ് പിടിയിലായത്. വടകര ചോറോട് വീട് നിർമ്മാണത്തിനിടെ തൊഴിലാളി വീടിന് മുകളിൽ നിന്നും കിണറിലേക്ക് വീണ് മരിച്ചു. ഇരിങ്ങൽ സ്വദേശി ജയരാജിന് ദാരുണാന്ത്യം. വീടിന്റെ 2ാം നിലയുടെ ചുമർ നിർമ്മാണത്തിനിടെയാണ് അപകടം. പോണ്ടിച്ചേരി സർവകലാശാല യൂണിയനിലേക്കുള്ള 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ SFI സഖ്യത്തിന് ഉജ്ജ്വല വിജയം. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. അതിരപ്പള്ളിയിൽ മദ്യപിച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് മധ്യവയസ്കനെ വെട്ടിക്കൊന്നു. മരിച്ചത് ആനപ്പന്തം സ്വദേശി സത്യൻ. ഭാര്യ ലീലയ്ക്കും പരിക്ക്. മദ്യപിച്ചുണ്ടായ കുടുംബ വഴക്കാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലിയായി വാങ്ങിയ മദ്യം പിടിച്ചെടുത്തു. കൊച്ചിയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് 4 ലിറ്റർ മദ്യം പിടികൂടിയത്. ബിവറേജസ് കോർപ്പറേഷൻ വെയർഹൌസ് ഓഫീസിൽ ചുമതലയുണ്ടായിരുന്ന 2 എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് മദ്യം പിടികൂടി. വിതുര പേപ്പാറയിൽ ഉപയോഗശൂന്യമല്ലാത്ത കിണറ്റിൽ വീണ പൂച്ചയെ രക്ഷപ്പെടുത്തി വിതുര ഫയർഫോഴ്സ് സംഘം. 9 ദിവസമായി 50 അടിയുള്ള കിണറ്റിൽ വീണ പൂച്ചയാണ് രക്ഷപ്പെടുത്തിയത്. കളീക്കൽ സ്വദേശി രമയുടെ വീട്ടിലെ കിണറ്റിലാണ് പൂച്ച വീണത്. ഡിവൈഎഫ്ഐ ലക്ഷദ്വീപ് യുവജന കൺവെൻഷൻ കവരത്തിയിൽ ഉദ്ഘാടനം ചെയ്ത് ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ലക്ഷദ്വീപിലെ ഗുരുതരമായ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ലക്ഷദ്വീപിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കേന്ദ്രം ഇടപെടണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ചണ്ഡീഗഡിൽ 18 വർഷത്തെ നിയമയുദ്ധത്തിനൊടുവിൽ വിവാഹമോചനം നേടി 70-കാരനായ കർഷകൻ. 73-കാരിയായ ഭാര്യയ്ക്ക് കോടികൾ നഷ്ടപരിഹാരം നൽകിയാണ് ഇയാൾ 44 വർഷം നീണ്ടുനിന്ന ദാമ്പത്യബന്ധം വേർപെടുത്തി. സർക്കാർ ആവശ്യത്തിനു വേണ്ടി ഓഫീസിലെത്തിയ വയോധികനെ 1 മണിക്കൂർ കാത്തു നിർത്തിയതിന് ശിക്ഷയായി ഉദ്യോഗസ്ഥരെ 20 മിനിറ്റ് നിർത്തി ജോലി ചെയ്യിപ്പിച്ച് CEO. ഉത്തർപ്രദേശിലെ നോയിഡ അതോറിറ്റിയുടെ കീഴിലുള്ള റെസിഡൻഷ്യൽ പ്ലോട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിലാണ് സംഭവം. ഒരു കോടിയിലധികം മൂല്യമുള്ള 1.7 കിലോ സ്വർണം കടത്തിയ കേസിൽ എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ ചെന്നൈയിൽ അറസ്റ്റിൽ. ദുബായിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ന വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ആളാണ് ക്യാബിൻ ക്രൂവിന് സ്വർണം കൈമാറിയത്. കുംഭമേളയ്ക്കെത്തുന്ന സന്ദർശകർക്കും ഭക്തർക്കും സംഘാടകരുടെ മുന്നറിയിപ്പ്. ഹോട്ടൽ ബുക്കിംഗിന്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾക്കെതിരെയാണ് മുന്നറിയിപ്പ്.
2025 ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. വീട്ടിൽ നിരന്തരമായി സംഭവിക്കുന്ന വഴക്കുകളിൽ മനം നൊന്ത് 27-കാരിയായ യുവതി ജീവനൊടുക്കി. ഗുജറാത്തിലെ പാലൻപൂരിലാണ് സംഭവം. വീട്ടിനുള്ളിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ കാമുകന് തന്റെ മരണത്തെക്കുറിച്ച് 2 വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് അയക്കുകയും ചെയ്തു. ജമ്മു കശ്മീരിൽ 23% വിദ്യാർത്ഥികളും പുകവലിക്കുന്നവരെന്ന് പഠന റിപ്പോർട്ടുകൾ. ശ്രീനഗർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ പഠനത്തിലാണ് വിദ്യാർത്ഥികൾ പുകവലിക്കുന്നതായി കണ്ടെത്തിയത്. അന്തർ സംസ്ഥാന ബൈക്ക് കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ട 18 പേരെ അറസ്റ്റ് ചെയ്ത് മധ്യപ്രദേശ് പോലീസ്. പ്രതികളുടെ താമസ സ്ഥലത്ത് നിന്ന് 162 ബൈക്കുകളും കണ്ടെത്തി. പൊള്ളലേറ്റ് ഇരുട്ടിലേക്ക് വീണുപോയ ജീവനുകൾക്ക് പ്രകാശത്തിന്റെ പുതുജീവൻ നൽകുകയാണ് ഹൈദരാബാദിലെ ഒസ്മാനിയ ആശുപത്രിയിലെ സ്കിൻ ബാങ്ക്. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ 34 പേരുടെ ജീവിതമാണ് ഇവിടെ തിരുത്തിയെഴുതപ്പെട്ടത്. വാഷിംഗ്ടണിൽ സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. വെടിവെപ്പ് നടത്തിയ ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയ 15 വയസ്സുകാരിയായ നതാലിയുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി ശേഖരിച്ച് പോലീസ്. റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കൊല്ലപ്പെട്ടു. റഷ്യയുടെ ആണവ ജീവശാസ്ത്ര രാസ സംരക്ഷണ ട്രൂപ്പുകളുടെ തലവനാണ് ഇഗോർ. ദശലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ തുറന്നു കാട്ടിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ 2018 ഡാറ്റ ലംഘനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഫേസ്ബുക്ക് മാതൃകാ കമ്പനിയായ മെറ്റയ്ക്ക് 251 ദശലക്ഷം യൂറോ പിഴ. യാചകരുടെ കയറ്റുമതി നിർത്തണമെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ 4300 യാചകരെ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ. മക്കയിലും മദീനയിലും ഭിക്ഷാടനത്തിനായി പാകിസ്ഥാനികൾ ഉംറ ഹജ്ജ് വിസകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് നീക്കം. ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കാനൊരുങ്ങി ചൈന. ലിയാവോനിംഗ് പ്രവിശ്യയിലെ ഉപദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന നഗരത്തിന് സമീപമാണ് പുതിയ വിമാനത്താവളം. സ്കോട്ട്ലൻഡിൽ മലയാളി യുവതിയെ കാണാതായി. 22-കാരിയായ സാന്ദ്ര സജുവിനെയാണ് കാണാതായത്. ഈ മാസം 6-നാണ് സാന്ദ്രയെ അവസാനമായി കണ്ടത്. സാന്ദ്രയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ച് എഡിൻബറോയിലെ പോലീസ് രംഗത്ത്. പടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനമായ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ സ്കൂളുകളിൽ 2 കുട്ടികൾക്ക് എംപോക്സ് രോഗം സ്ഥിരീകരിച്ചു. ഒരു കുടുംബത്തിലെ തന്നെ 4 പേർക്കാണ് എംപോക്സ് ക്ലേഡ് 1B വേരിയന്റ് സ്ഥിരീകരിച്ചത്. ജർമ്മൻ ഫ്രഞ്ച് സൗഹൃദത്തിന്റെ പ്രതീകമായി ബെർലിൻ പാരീസ് അതിവേഗ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. 8 മണിക്കൂർ യാത്ര പാരീസിൽ നിന്ന് 9:55 പുറപ്പെട്ട് 6:03 ബെർലിനിൽ എത്തിച്ചേരും. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതി വൻ വിജയമെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി. പൊതുമാപ്പ് കാലാവധിക്ക് ശേഷം പരിശോധനകൾ ശക്തമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി.
കളമശ്ശേരി ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ സൗദി അറേബ്യ കിഴക്കൻ പ്രവിശ്യയിലെ അബ്ഖേക്ക് KMCC ധനസഹായം നൽകി. ശിഹാബ് തങ്ങൾ റിലീഫ് സെന്റർ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്റർ ആൻഡ് മൊബൈൽ ലാബിന്റെ പ്രവർത്തനങ്ങൾക്കായാണ് ധനസഹായം കൈമാറിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വിനിഷ വൃന്ദാവൻ ചേരും. നമസ്കാരം.